ഇതെന്തൊരു ബസ് സ്റ്റോപ്പ്? ഇത് മനുഷ്യൻ വെറുതെ മെനക്കെടുന്നല്ലാതൊരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? ആ പത്രം വായിച്ചു. ഉളംപാറയിൽ ഏതോ ഒരു ഭ്രാന്തൻ ചാടി എന്ന് പറയുന്നത് കേട്ടോ. അവനെ പിടിച്ചോ? പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക്. ഭാഗ്യം. പിന്നെ എന്നെ കൊണ്ട് വിചാരം ഒന്നുമില്ല വിശേഷം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് വന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കണ്ട് വന്നു പറയുന്നത് കേട്ടെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകാൻ പറഞ്ഞത്. ഇയാളോട് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി കണ്ടു, ഷെയ്ക്കാൻ്റെ കൊടുത്തു. പുള്ളി എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. ഞാൻ കാല് തൊട്ടു, നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചു. ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ്. കൊള്ളാം. അത് ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താന്ന്. അപ്പൊ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പൊ ആർക്കാ ഭ്രാന്ത്? ശരിക്കും അവർക്കാണല്ലോ ഭ്രാന്ത്. ഭ്രാന്ത് അവർക്ക് തന്നെ. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. വെറുതെ ചെടി നനച്ചുകൊണ്ട് നിന്നാണ് അച്ഛനും അമ്മയും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം. ചുമ്മാ ചെടി നനച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഭ്രാന്താന്ന് പറഞ്ഞു. ആദ്യം അച്ഛൻ പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞു, മൂന്നാമത് പെങ്ങൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയത്. കാരണം എന്താ? നല്ല മഴ കൊട പിടിച്ചോണ്ട് ചെടി നനച്ചു. അത്രയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്. പിന്നെ അവര് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട അങ്ങനെ ഒരു കഷ്ടകാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്ത് കഷ്ടകാലം? അവര് പണക്കാരാ. അവര് ക്രിസ്മസിന് 1 കിലോ ബീഫ് മേടിക്കും. പിന്നെ 1 കിലോ ബീഫ് മേടിച്ചാൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവും തിന്നാനായിട്ട്. 1 കിലോ ബീഫ് 1 കിലോ ബീഫിന് 50 പേര് വരെ വീട്ടിലേക്ക് വരുന്ന സൈസ് ഒരു പണക്കാരാ അവര്. അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു. എന്തിന്? പെട്ടെന്ന് രാത്രി ആവാൻ. അവർക്ക് ഭയങ്കര ധൃതിയല്ലേ. 3 അച്ഛനുണ്ട് എനിക്ക്. ഒരച്ഛന് നല്ല കൊമ്പമീശയാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയാ. അങ്ങനെ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ. അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിന്റെ നടുക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആനയെ കാണിച്ചു വന്നു. അമ്മ കടലിന്റെ നടുക്ക്. പിന്നെ അവിടെ കടലിന്റെ നടുക്ക് വലിയ പശു ഇല്ലേ, പശു. ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുട്ട വിരിഞ്ഞ് ആട്ടിന്റെ കുഞ്ഞുണ്ടായത്. അത് മാത്രമല്ല, ഇതിങ്ങനെ നടന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയ പൊട്ടും തണുത്ത വെള്ളമില്ല. അപ്പൊ തന്നെ കർട്ടൻ വന്ന് താഴെ വീണു. അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ. തനിക്ക് എന്നെ കണ്ടിട്ടേ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. എന്നെ കണ്ടിട്ട് കണ്ടിട്ട് ഒരു പ്രാന്തനാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല. ആരും പറയത്തില്ല. എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറയൂ? എവിടെ? അങ്ങനെ ആരും പറയത്തില്ല. അത് തനിക്ക് ഭ്രാന്തുള്ളതുകൊണ്ടാ. അത് തന്നെ. അത് കൊള്ളാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കായി ഭ്രാന്ത്. വന്ന കാര്യമുണ്ട് നടക്കുമല്ലോ. ഒരു മനുഷ്യനെ കാണാൻ ഇതന്നെ 8കാരി. ഇപ്പൊ പോയ പുള്ളിക്ക് ഭ്രാന്തല്ലേ? ഭ്രാന്ത. എന്ത് ഭ്രാന്തന്മാരി ഇവിടെ. അത് തന്നെ. ഇനിയിപ്പൊ ഇതെന്താണോ സാധനം ആർക്കറിയാം. ചേട്ടൻ ചൈനക്കാരനാണോ? ഞാനോ? ഇവിടെ ഞാൻ ചൈനക്കാരനൊന്നുമല്ല. ഇപ്പൊ കൊടുത്ത് അല്ലല്ലേ? അല്ല, ചോദിക്കാൻ പറ്റേ. ചോദിക്കണ്ടല്ലേ? ചോദിക്കൂ. സത്യം പറ, ചൈനക്കാരനല്ലേ? ഇവിടെ തന്നോടല്ലേ പറഞ്ഞ? ഞാൻ ചൈനക്കാരനല്ല. അല്ലല്ലേ? അല്ല. ചോദിക്കുന്നുള്ളൂ. ചോദിക്കാൻ പറ്റേ? ചോദിക്കുന്ന തന്നെ. ചോദിക്കണോ? വേണ്ട. ചോദിക്കും. ഇല്ലല്ലോ, ചോദിക്കത്തില്ല. ചോദിക്കത്തില്ല. എന്നെ കളിപ്പിക്കില്ല. ചൈനക്കാരനാ. അതെ, ഞാൻ ചൈനക്കാരനാ. അതിനിപ്പോ എന്നെ വേണം? ആണോ? ദൈവത്തിന് എന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ. സിഗരറ്റ് വലിക്കാൻ പോവാണ്. 2 കൈയുള്ള ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു സിഗരറ്റ് വലിക്കുക. അന്നേരം പുള്ളി 1.5 കൈക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നു. കാണത്തൊന്നു നടക്കട്ടെ. ഭയങ്കര സെറ്റപ്പല്ലേ. വലിച്ചേ അടങ്ങത്തുള്ളൂ. ദൈവം ഇത് എന്നാ കാണിക്കാൻ പോവോ? എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് വലിക്കുന്നത്? വലിക്കണ്ട. ഒന്നുകൂടി വലിച്ചേക്കാം. പിന്നെയും വലിക്കുവാണ്. ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. കളഞ്ഞേക്കാം. കളഞ്ഞേര്.